ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കന്മാരെ, യുവതി യുവാക്കളെ, മാർച്ച് 2-ാം തീയതി നമ്മുടെ ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. മരുഭൂമിയിലെ യേശുവിന്റെ പരീക്ഷ എന്നുള്ള തലക്കെട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ചില സുവിശേഷങ്ങളിൽ യേശുവിന്റെ പ്രലോഭനങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ടെംപ്റ്റേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ഈ പ്രലോഭനം ഉണ്ടായത് പിശാചിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്ത അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രലോഭകൻ എന്നാണ്. മനുഷ്യന് അടിസ്ഥാനപരമായ 3 ആഗ്രഹങ്ങളുണ്ട്. ഡ്രൈവ്സ് എന്ന സൈക്കോളജിയിൽ പറയും. ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. ദാഹം, വിശപ്പ്, ലൈംഗികത. ഇത് 3 എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ഇവിടെ യേശുവിന് വിശപ്പുണ്ടായി എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് യേശു 40 ദിവസം മരുഭൂമിയിൽ ഇരുന്ന് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല. സദാസമയവും അവിടുന്ന് പിതാവായ ദൈവവുമായിട്ട് യോജിച്ചിരിക്കുകയായിരുന്നു. വരുവാൻ പോകുന്ന തന്റെ കർത്തവ്യങ്ങൾ എന്താണെന്ന് പിതാവായ ദൈവവുമായിട്ട് ധ്യാനാത്മകതയിലായിരുന്നു. ഈ സുവിശേഷ ഭാഗം മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മോശ നമുക്കറിയാം, ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനാണ്. 40 വർഷത്തോളം മോശ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു എന്ന് പറയാം. കൂടാരങ്ങൾ കെട്ടി താമസിച്ചു എന്ന് പറയാം. മോശ പഴയ നിയമത്തിന്റെ ആണെങ്കിലും മത്തായി സുവിശേഷകൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ മോശയായിട്ടാണ്, വിമോചകനായിട്ടാണ്, രക്ഷകനായിട്ടാണ്. മോശ രണ്ടാമത് ചെയ്ത് 40 ദിവസം സീനായ് മലയിൽ പോയി പ്രാർത്ഥിച്ച്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഉടമ്പടി കൊണ്ടേ കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. യേശു 40 ദിവസം പ്രാർത്ഥിക്കുകയാണ്. മോശ നൽകിയത് ഉടമ്പടിയാണ് എങ്കിൽ യേശു സർവർക്കും വേണ്ടി രക്ഷ നൽകുകയാണ്. അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്, കൂദാശകൾ സ്ഥാപിക്കുകയാണ്, അവിടുന്ന് വചനം നൽകുകയാണ്. പഴയ നിയമത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എലൈജ പ്രവാചകൻ. എലൈജ പ്രവാചകൻ 40 ദിവസം നടന്ന് മൗണ്ട് ഹൊറോബിലെത്തി എന്നാ പറയുന്നത്. ഹൊറോബിലെത്തിച്ചേർന്നു. ഏലിയ പ്രവാചകൻ 40 ദിവസം നടന്ന് ഹൊറോബിലെത്തി. അവിടെ താമസിക്കുകയാണ്, അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ നടന്നു എന്നുള്ളത് നമുക്ക് യേശു നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഖ്യേവുസിന്റെ ഭവനത്തിലേക്ക് യേശു നടന്നാണ് വന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ നൽകിയിരിക്കുന്നു. സമറിയായിലൂടെ യേശു കടന്നു പോവുകയാണ്, നടന്നുപോയി. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് നടക്കുന്ന യേശുവാണ്. ഈ നടക്കുന്ന യേശു ഇന്ന് നടത്തി തരികയാണ് മാനവരായ നമുക്കെല്ലാവർക്കും. എന്താണ് നടത്തി തരേണ്ടത് എന്നുള്ളതാണ്. രോഗസൗഖ്യമായിരിക്കാം, കടബാധയിൽ നിന്നുള്ള മോചനമായിരിക്കാം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായിരിക്കാം, ഒരു വിവാഹം നടക്കുന്നതായിരിക്കാം. ഈ 2 പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ തന്റെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് യേശുവിന്റെ പരസ്യ ജീവിതം തുറന്നു വെക്കുകയാണ്, ഒരു തുറന്ന പുസ്തകം പോലെ. ലൂക്കായുടെ സുവിശേഷത്തിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് പോകുന്നത്.
എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തില് ഇത് വേണ്ടത്രയില്ല. എന്തുകൊണ്ടാണ്? 2 വചനത്തിലാണ് മർക്കോസ് സുവിശേഷം ഇത് സമാഹരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇല്ലാത്തത് എന്ന് ചോദിച്ചാല്, മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്. ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നതിന് മുമ്പ് വേറെ ഒരു സുവിശേഷമുണ്ട്. ക്യൂ അഥവാ ക്വൊല്ലെ, ജർമ്മൻ വാക്കാണ്. ഉറവിടം എന്ന് പറയുന്നത്. ഈ ഉറവിടം ഒരു പക്ഷേ മത്തായിക്കും ലൂക്കാ സുവിശേഷകനും ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും യേശുവിന്റെ അനുഗ്രഹവും എല്ലാം പ്രാപിച്ചാണ്. പരിശുദ്ധാത്മാവിൽ പ്രേരിതരായിട്ടാണ് ഇവർ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷവും പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നതാണ്. ഇവിടെ പറയുകയാണ്, യേശുവിന് വിശന്നു. മനഃശാസ്ത്രത്തില് ഹങ്കർ എന്ന് പറയുന്ന ഒരു ഡ്രൈവാണ്, ഒരു ആഗ്രഹമാണ്. വിശന്നു. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വിശക്കും. യേശുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. പിന്നീട് വരുന്ന വചനങ്ങള് ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. അവിടുന്ന് വിശന്നു. കുരിശിലേശു മരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, യേശു ദാഹിച്ചു എന്ന്. അപ്പൊ വിശന്ന് കഴിയുമ്പോൾ യേശു അത്തിമരത്തിന്റെ ഫലം അന്വേഷിക്കുന്നുണ്ട്. ദാഹിക്കുമ്പോൾ കുരിശിൽ കിടന്ന് ചോദിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം. അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. യേശു വിശന്നു. ഈ വിശന്നു എന്ന് പറയുമ്പോൾ സാത്താൻ അല്ലെങ്കിൽ പ്രലോഭകൻ വന്നിട്ട് പറയാം, ഈ കല്ലുകള് അപ്പമാക്കുക. ഈ കല്ലുകൾ അപ്പമാക്കുക എന്ന് പറയുമ്പോൾ എന്റെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യം, കല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കല്ല് പണിയുവാൻ വേണ്ടിയിട്ടാണ്. കെട്ടിടം പണിയുക, ഡാം പണിയുക, നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ പിരമിഡ് കാണാം. ആയിരക്കണക്കിന് 2-3 മീറ്റർ നീളവും വീതിയുമുള്ള കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ആ പിരമിഡ്. കല്ലുകൾ സൃഷ്ടിക്കാനുള്ളതാണ്, കല്ലുകൾ നശിപ്പിക്കാനുള്ളതല്ല, കല്ലുകൾ തകർക്കാനുള്ളതല്ല. നമ്മുടെ റോഡ് പണി തന്നെ നോക്കുക, കല്ലില്ലെങ്കിൽ നടക്കുമോ? അപ്പൊ കല്ലിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടത്തണമെന്നാണ് യേശു അവരോട് പറഞ്ഞത്. ഈ കല്ലുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. വചനത്തിന്റെ ശക്തിയാണ് യേശു വീണ്ടും എടുത്തു പറയുന്നത്. എത്രയോ ആളുകൾ ഇന്ന് വചനം കൊണ്ട് ജീവിക്കുന്നു, വചനം കൊണ്ട് രക്ഷപ്പെടുന്നു. എനിക്കറിയാം, ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, അവരുടെ മകൻ തളർന്നു കിടന്നിരുന്നതാ. ആ കൊച്ചിന് വേണ്ടി, 4 വയസ്സുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ വചനങ്ങളാണ് കൊടുത്തത്. ബൈബിളിലെ വചനങ്ങൾ കൊടുക്കാനായിട്ട്. ഒരു സഹോദരി ബ്രസ്റ്റിന് ക്യാൻസർ പിടിച്ച് സെക്കൻഡറി സ്റ്റേജുമായിട്ടാണ് വന്നത്. ടീച്ചറാണ്. അവള് പറഞ്ഞു, അച്ഛ എനിക്ക് കുമ്പസാരിക്കണം. പാപം മോചിച്ചു. പാപം മോചിച്ച ശേഷം ഞാൻ അവളുടെ ശിരസിൽ കൈകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാനാൻകാരി കർത്താവെ, അങ്ങയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞല്ലോ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കർത്താവെ, വേഗം വരണമേ. ശതാധിപൻ പറയുന്നതാ. കാനാൻകാരിയുടെ 2ാമത്തെ പ്രാർത്ഥന, കർത്താവെ സഹായിക്കണമേ. ഈ ബലിയിൽ വന്നിരിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആഗ്രഹം, കർത്താവെ സഹായിക്കണമേ. എന്തിനാണ് കർത്താവ് സഹായിക്കേണ്ടത്? പരീക്ഷാ കാലഘട്ടം വരികയാ. പഠിച്ചിട്ടുണ്ട്, പഠിച്ചതെല്ലാം ഓർത്ത് എഴുതണം. കർത്താവെ സഹായിക്കണമേ, ഉയർന്ന മാർക്ക് കിട്ടണമേ, നല്ലൊരു ജോലി കിട്ടണമേ, നല്ലൊരു വീട് കിട്ടണമേ. ഇന്ന് രാവിലെ ഒരു സഹോദരി എന്നോട് ചോദിക്കുകയാ, അച്ഛ വീട് പണിയാൻ പറ്റുമോ? ഞാൻ അപ്പോൾ ആ മകൾക്ക് കൊടുത്തൊരു സന്ദേശം. പച്ച എന്ന് പറയുന്ന സ്ഥലം, എടത്തുവായില് ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ഒരു വ്യക്തി എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛ എനിക്ക്
ഒരു വീട് വേണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ, ഭൂമിയില്ല, ഒന്നുമില്ല. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്, സങ്കീർത്തനം 57 ഒന്നാമത്തെ വചനം നീ എല്ലാ ദിവസവും 250 പ്രാവശ്യം ചൊല്ല്. കർത്താവെ കൃപയാകണമേ, കർത്താവെ കൃപ തോന്നണമേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ 250 പ്രാവശ്യം വെച്ച് ഭാര്യയും ഈ ഭർത്താവും 3 മക്കളും കൈകൾ വിരിച്ചു നിന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കൊന്ത കഴിയുമ്പോൾ ചെല്ലും. 300 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, എടാ നിനക്ക് വീടില്ലല്ലോ, സ്ഥലമില്ലല്ലോ, ഞാൻ നിനക്ക് ഒരു 4 സെന്റ് സ്ഥലം വീട് വെക്കാനായിട്ട് തരാം. സെന്റിന് 10 ലക്ഷം രൂപ വിലയുള്ളത്. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവം വചനമാണ് നൽകുന്നത്, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് ഈശോ. ഏതായാലും ആ മനുഷ്യന് 2 കൊല്ലം കൊണ്ട് നല്ലൊരു വീട്, അവിടെ ഉണ്ടായിരുന്ന പലരുടെയും സഹായം കൊണ്ട്, അത്ര നല്ല മനുഷ്യനാണ് ആ മനുഷ്യൻ, നല്ല വീട് പണിതു കൊടുക്കാനായിട്ടിടയായി. ഇന്ന് ഭാര്യ ഇംഗ്ലണ്ടിലാണ്, നല്ല നേഴ്സായിരുന്നു. ഒരുപക്ഷെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ തിരിച്ച് അവരെല്ലാവരും ഒരുമിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരിക്കും. കല്ലിന്റെ ലക്ഷ്യമാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ നഗരം. ദാവീദ് പണി കഴിപ്പിച്ചതാണ് നമുക്കറിയാം. ദാവീദ് 40 കൊല്ലത്തോളം ഇസ്രായേലിനെ ഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദാവീദിന്റെ നല്ല ശതമാനം ജീവിതവും 33 വർഷത്തോളം തന്നെ ഈ ജെറൂസലേമിലായിരുന്നു. ദാവീദിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജെറൂസലേം ദേവാലയം പണിയിക്കുകയെന്ന്. എന്നാൽ മകനായ സോളമനാണത് സാധിച്ചത്. അപ്പൊ ജെറൂസലേം ദേവാലയം കാണിച്ചിട്ട് പറയുകയാണ്, ആ ദേവാലയത്തിൽ നിന്ന് ചാടുക. ചാടുക എന്നാ പറയുന്നത്. ചാടാനുള്ളതല്ല നമ്മുടെ കാലുകള്, നടക്കാനുള്ളതാ. ദൈവത്തിന് വേണ്ടി നടക്കുക. സമറിയായിലൂടെ യേശു നടന്നതുപോലെ നടക്കുക. ഗാഗുൽത്താ മലയിലേക്ക് യേശു നടന്നതുപോലെ നടക്കുക. നമ്മുടെ കാല് ചാടി ഓടിക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല, ദൈവം തന്നതാണ്. ചാടാനുള്ളതല്ല, രക്ഷിക്കാനുള്ളതാണ് നമ്മുടെ പാദങ്ങള്, രക്ഷിക്കാനുള്ളതാണ് നമ്മുടെ കൈകള്. ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് ചാടാനായിട്ടാണ് പറയുക. ദേവാലയം എന്തിനുള്ളതാണ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദേവാലയം പ്രാർത്ഥിക്കാനുള്ളതാണ്. ദേവാലയം പ്രാർത്ഥിക്കാനുള്ളതാണ്, സ്തുതിക്കാനുള്ളതാണ്, ബലിയർപ്പിക്കാനുള്ളതാണ്, വചനപ്രഘോഷണം പറയാനുള്ളതാണ്. ദേവാലയം എപ്പോഴും പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സ്ഥലമാണ്. എത്രയോ കൂദാശകൾ നടത്തി ചെയ്തതാണ്. യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ വചനം പങ്കുവെക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ സെന്റ് മേരീസ് എന്ന് പറയുന്ന ഏഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ഇപ്പോഴേ യുദ്ധം ചെയ്യുന്ന ഹൂതികളൊക്കെ ഉണ്ടല്ലോ, ആ ദേവാലയം കൈയടക്കി അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ പുറത്താക്കി. അവിടെ മാത്രമല്ല, എല്ലായിടത്തും അതൊരു മ്യൂസിയമായി. ആ മ്യൂസിയത്തിൽ ദീപബലി അർപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഈ ഹൂതികൾ ചെയ്യുന്ന ഈ തിന്മയെ അനുകൂലിക്കുന്നവരുണ്ടാകാം. അവര് ഭീകര സംഘടനയാണെന്നാണ് പത്രങ്ങളും മാസികകളും രാജ്യങ്ങളും പറയുന്നത്. നമ്മുടെ രാജ്യം തന്നെ പറയുന്നത് ഭീകരവാദം നമ്മുടെ രാജ്യം അംഗീകരിക്കുന്നില്ല. ഒരു രാജ്യവും അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വിശുദ്ധ നഗരം, വിശുദ്ധമാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് വിശുദ്ധമാണ്. ആ വീട് വിശുദ്ധമായിരിക്കണം. ഈ 3 സാഷ്ടാംഗം പ്രണമിച്ചു. നീ എന്റെ മുമ്പിൽ, ഈ ലോകന്റെ മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിച്ചാല് നിനക്ക് ഞാൻ അടിയറുവായി എല്ലാം തരാം. എല്ലാ ലാഘോ നിനക്കെല്ലാം തരാം, നിനക്കെല്ലാം തരാമെന്നാ പറയുന്നത്. സാഷ്ടാംഗം പ്രണമിക്കാനുള്ളതല്ല. ഇസ്രായേൽ ജനത്തിന്റെ തിന്മ എന്താണെന്ന് എസെക്കിയേൽ പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത ആവശ്യമില്ലാത്ത വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ പൂജിക്കുകയും ചെയ്തു. സീനാ മലയിൽ 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഇസ്രായേൽ ജനത സത്യദൈവത്തെ ആരാധിക്കണം.
ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, കല്ലിനെയോ ഇഷ്ടികയോ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ അധികമായിട്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നത്? ആ ജനം സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരാണ്. അവർക്ക് സത്യദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, അവരുടെ സൗഖ്യങ്ങൾ ലഭിച്ചപ്പോൾ ജനമെല്ലാം യേശുവിലേക്ക് വരികയാണ്, യേശുവിനെ അറിയുകയാണ്, ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. 3 പ്രലോഭനങ്ങൾ. ഒന്ന്, യേശുവിന് വിശന്നു എന്നുള്ളത്. അത് ഫിസിക്കൽ നീഡാണ്. വിശപ്പ് കൊണ്ടല്ല, നമുക്ക് വിശപ്പുണ്ട്, തീർച്ചയാണ്. ആത്മീയമായ ഒരു വിശപ്പാണ് നമ്മളിൽ കത്തി ആളേണ്ടത്. ആത്മീയമായ ഒരു വിശപ്പാണ് നമ്മളിൽ കത്തി ആളേണ്ടത്. പള്ളികള് പ്രാർത്ഥനയ്ക്കുള്ളതാണ്. ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ദേവാലയങ്ങൾ ഉപയോഗിക്കണം. ഒരു വാർഷിക ധ്യാനം നമ്മുടെ നടക്കണം. 3, ദൈവത്തിന് മുമ്പിൽ എല്ലാം അടിയറുക. തമ്പുരാന്റെ മുമ്പിലേക്ക് നിന്റെ ക്യാൻസർ രോഗം കൊടുത്താല്, ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നിങ്ങളുടെ തകർച്ചകൾ കൊടുത്താല്, ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നിങ്ങളുടെ കടബാധ്യതകൾ കൊടുത്താല് ദൈവം അതിനകത്ത് ഇടപെടും. നമ്മൾ മാർഗം അന്വേഷിക്കേണ്ട, തമ്പുരാൻ നമുക്ക് വേണ്ടി മാർഗം അന്വേഷിക്കും, മാർഗം കാണിച്ചു തരും. അത് സ്വീകരിച്ചാൽ മതി. പ്രലോഭനം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട്. ഒരുപക്ഷെ ഭക്ഷണത്തോടുള്ള ആർത്തികളായിരിക്കാം. എല്ലാ ഭക്ഷണവും ആർത്തി ഉണ്ടെങ്കിലും കഴിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, ഒരു തൃഷ്ണയാണ്. ആ എക്സ്പീരിയൻസ് ആണത്. വിശപ്പ് വരുമ്പോൾ വിശക്കുന്ന ഒരു അനുഭവം, എക്സ്പീരിയൻസ്. വി ആർ എക്സ്പീരിയൻസ്. അത് മറ്റാരും അറിയുന്നില്ല. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. യേശുവിന്റെ മനസ്സാക്ഷിയിൽ എന്തായിരുന്നു ഈ പ്രലോഭനങ്ങൾ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ യേശു തന്നെ ശിഷ്യന്മാരോട് പറയുകയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്തതായിരിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടുന്ന ശക്തി ദൈവം നമുക്ക് തരും. സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന പ്രലോഭനമല്ല. ദൈവത്തോടു കൂടി ആയിരിക്കാൻ പരിശ്രമിക്കുക. ഏലിയായോട് ചോദിച്ചല്ലോ, നീ അവിടെ എന്ത് ചെയ്യുന്നു? എലീജയോട് ചോദിച്ചല്ലോ, നീ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ദൈവത്തെ പ്രതി ജ്വലിക്കുകയാണ്, എരിയുകയാണ്. എരിയണം. മുളക് കഴിക്കുമ്പോഴുള്ള ഒരു എരിവുണ്ടല്ലോ, ആ എരിവ്, തീ എരിയുമല്ലോ, അതുപോലെയുള്ള എരിവ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം. 50 നോമ്പിലേക്ക് കിടക്കുന്ന ഈ അവസരത്തില് അടുത്ത ദിവസം മുതൽ 50 നോമ്പ് ആരംഭിക്കുക. നമ്മുടെ പ്രലോഭനങ്ങളെ കർത്താവിലേക്ക് കൊടുക്കാം. കർത്താവ് ഇടപെടും. ഏലിയായുടെ ഒരു മനസ്സാക്ഷി നമ്മിൽ ഉണ്ടാകട്ടെ. മോശയുടെ പ്രവർത്തനവും ഏലിയായുടെ പ്രാർത്ഥനാ ചൈതന്യം, പ്രവർത്തനവും പ്രാർത്ഥനയുമുള്ള ഒരു ജീവിതത്തില് ദൈവത്തിന്റെ ഇടപെടലുകള് നടക്കും. അവിടെ പ്രലോഭനത്തിന് സ്ഥാനമില്ല. മനസ്സാക്ഷി അനുസരിച്ച് നമുക്ക് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് മത്തായി സുവിശേഷങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. മത്തായി സുവിശേഷം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മോശയെയും ഏലിയ പ്രവാചകനെയുമാണല്ലോ. പുതിയ മോശയായ യേശുവിന് പിതാവുമായിട്ടുള്ള ഐക്യം ഞങ്ങൾ കാണുന്നു. മോശയെ പോലെയുള്ള പ്രവർത്തനാത്മകത ഞങ്ങൾ കാണുന്നു. പ്രവർത്തനാത്മകതയും ഏലിയായുടെ പ്രാർത്ഥനാ ചൈതന്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളെ കൊണ്ടുപോകണമേ. അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പില്. ഇത് വൈദികർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന സിസ്റ്റേഴ്സിന് കൊടുക്കണം. ദൈവവചനം വളർത്തുന്നവരാകാം. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാം.